കഴിഞ്ഞ 10 ദിവസങ്ങളായി ഉദ്വേഗജനകമായ ഒരു കായിക മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ച ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് തൽക്കാലം പരിസമാപ്തിയായി. 16ാമത് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനാണ് ഫോട്ടോ ഫിനിഷിംഗിലൂടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ വിജയിയായത്. ജനാധിപത്യത്തിന്റെ പ്രക്രിയയെ എന്നതിലുപരി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടലിലൂടെ എത്തിച്ചേർന്ന തീരുമാനത്തെ മത്സരരംഗത്തുണ്ടായിരുന്ന മറ്റ് ഇരുവരും അംഗീകരിച്ചതായാണ് വാർത്തകളെങ്കിലും അതിൽ കായിക മത്സരങ്ങളിൽ പതിവുള്ള സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെ അംശം പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇരുപാളയങ്ങളിൽ നിന്നുമുള്ള ആദ്യ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ട സതീശൻ ടീം UDF അടക്കമുള്ള പതിവ് പ്രയോഗങ്ങളിലൂടെ കൂട്ടായ പ്രവർത്തനത്തെപ്പറ്റി പ്രഥമ പ്രതികരണങ്ങളിൽ വാചാലനായെങ്കിലും യഥാർത്ഥ ചിത്രം മറ്റൊന്നായിരിക്കുമെന്നതിന്റെ സൂചനകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. മത്സരത്തിന്റെ തുടക്കം മുതൽ അവസാന നിമിഷം വരെ ലീഡ് നിലനിർത്തിയിരുന്ന KC വേണുഗോപാൽ ക്യാമ്പ് മന്ത്രിസഭാ രൂപീകരണത്തിലടക്കം ശക്തമായ വിലപേശന് തയ്യാറെടുത്തു കഴിഞ്ഞതായാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മുതിർന്ന നേതാവും മുൻപ് 2 തവണ മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെയായി പ്രവർത്തിച്ചിരുന്ന രമേശ് ചെന്നിത്തല തന്റെ രോഷവും നിരാശയും മറച്ചുവെക്കാൻ ശ്രമിച്ചില്ല. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായുള്ള യാത്ര ആ പ്രതിഷേധത്തിന്റെ പ്രകടനമാണെന്ന് കരുതുന്നവരെ കുറ്റപ്പെടുത്താനുമാവില്ല. ചുരുക്കത്തിൽ പുത്തരിയിലെ ഈ കല്ലുകടി വരാനിരിക്കുന്ന വിസ്മയങ്ങളുടെ തുടക്കമാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ കാത്തിരിക്കുന്ന വെല്ലുവിളികളെപ്പറ്റി പരാമർശിക്കുകയുണ്ടായി. അത് മുഖ്യമായും കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക വെല്ലുവിളികളെ പറ്റിയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിനെ തുടർന്ന് തലമുതിർന്ന കോൺഗ്രസ് നേതാവ് A.K. ആന്റണിയെ സന്ദർശിച്ച സതീശന് അദ്ദേഹത്തിൽ നിന്നും കിട്ടിയ ഉപദേശവും മാർഗദർശനവും നിയുക്ത മുഖ്യമന്ത്രിയുടെ ആശങ്കകൾക്കുള്ള മറുപടിയാണ്. ജനാധിപത്യത്തിൽ ഭരണമാറ്റം എന്നത് പരമ്പരാഗത കുടുംബ പിന്തുടർച്ച അവകാശം പോലെ ഒന്നല്ലെന്നും അത് രാഷ്ട്രീയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും നയസമീപനങ്ങളും തമ്മിലുള്ള മത്സരമാണെന്നുമുള്ള തിരിച്ചറിവ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ വിജയിച്ചവർക്കും പുതിയ സർക്കാർ നേതൃത്വം നൽകുന്നവർക്കും കൂടിയേ തീരൂ. സതീശന്റെ മുൻഗാമി 2016 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അധികാരം ഒഴിഞ്ഞു പോകുമ്പോഴത്തെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ അധികാരമേൽക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. തങ്ങളുടെ ജീവിതത്തിന്റെ ഏറിയ പങ്കും എല്ലുമുറിയെ പണിയെടുത്ത് ജീവിതസായണത്തിലെത്തിയ കർഷക തൊഴിലാളികളടക്കം ലക്ഷക്കണക്കായ നിരാലംബർക്ക് നൽകേണ്ട 18 മാസക്കാലത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക വരുത്തി ഖജനാവ് കാലിയാക്കി ഇറങ്ങിപ്പോയവരാണ് തന്റെ മുൻഗാമികളെന്ന വസ്തുത സതീശൻ ഓർമ്മിക്കണം. സതീശൻ അധികാരമേൽക്കുമ്പോൾ അത്തരമൊരു ദുരവസ്ഥയിലല്ല കേരളത്തിന്റെ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റിയിരുന്ന 65 ലക്ഷത്തോളം വരുന്ന മുതിർന്ന പൗരന്മാരെന്നും തിരിച്ചറിയണം. കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിന്റെ നിരന്തരമായ അവഗണനയും വിവേചനവും ദ്രോഹ നടപടികളും അതിജീവിച്ചാണ് LDF സർക്കാർ സംസ്ഥാനത്തെ സമാനതകളില്ലാത്ത വികസനത്തിലേക്കും ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും നയിച്ചതെന്നും നിയുക്ത മുഖ്യമന്ത്രി തിരിച്ചറിയണം. ആ തിരിച്ചറിവും വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ വീഴ്ചകൾ കൂടാതെയുള്ള തുടർച്ചയുമാണ് പുതിയ സർക്കാരിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുക രാഷ്ട്രീയത്തിന്റെ പതിവ് രീതിയാണ്. എന്നാൽ അധികാരത്തിലേറി ഏറെ നാൾ അത് തുടർന്നു പോകാനാവില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി വാഗ്ദാനങ്ങൾ വാരി വിതറിയാണ് UDF മത്സരിച്ചത്. ആ വാഗ്ദാനങ്ങൾ കാലവിളംബം കൂടാതെ സമയബന്ധിതമായി നടപ്പാക്കപ്പെടുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നതും കാത്തിരിക്കുന്നതും. UDFന്റെ നിറവേറ്റപ്പെടാതെ പോയ മുൻകാല വാഗ്ദാനങ്ങൾ പോലെ ആവരുത് ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകൾ. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അരങ്ങേറിയ അധികാര മത്സരത്തിൽ മനം മടുത്ത് ജനങ്ങൾ വാഗ്ദാന ലംഘനങ്ങളോട് നിസ്സംഗത പാലിക്കുമെന്ന് കരുതരുത്. അധികാര തർക്കത്തിൽ ശിഥിലമായ ഐക്യം മന്ത്രിസഭാ രൂപീകരണത്തിലും തുടർന്നുള്ള ഭരണത്തിലും പ്രതിഫലിക്കാൻ ഇടവന്നാൽ അത് UDF ഭരണത്തിൽ പതിവുള്ള അസ്ഥിരതയ്ക്കും ഭരണ തകർച്ചയ്ക്കും അതുവഴി ജനജീവിതത്തിന്റെ ശൈഥില്യത്തിലേക്കുമായിരിക്കും നയിക്കുക. സുസ്ഥിര ഭരണ സംവിധാനവും സമാധാനപൂർണമായ സാമൂഹ്യ ജീവിതവും വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും തുടർച്ചയുമാണ് കേരളത്തിലെ ജനങ്ങൾ പുതിയ ഭരണത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്കൊത്തുയരാൻ നിയുക്ത മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.